പേര് അബ്ദുൽ അസീസ്, എടവണ്ണപ്പാറയാണ് സ്ഥലം. എൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. കാര്യകാരണ സഹിതോ അല്ലെ ഭൗതിക അഭൗതികമായ ചോദ്യമല്ല. നിങ്ങളിപ്പോൾ നബിദിനാഘോഷം അനിസ്ലാമിക എന്ന് പറയുന്നു, നബി സാഹബം ചെയ്തില്ല എന്ന് പറയും. പക്ഷേ ഈ നബിദിനാഘോഷം എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ ഇടയിലോ ഹജ്ജിൻ്റെ ഇടയിലോ നോമ്പിൻ്റെ ഇടയിലോ ചെയ്യുന്ന കാര്യമല്ല, നബിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി പുറത്ത് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ വെള്ളിയാഴ്ച ജുമയിലെ ഹുത്തുബ മലയാളത്തിൽ ഓതുന്നു. അൽ ഹുത്തുബത്ത് തെക്കുമ്പോൾ മക്കാമ റക്കായത്തെ മിനൽ ഫർള് എന്നാണല്ലോ. അപ്പോൾ 4 റക്കായത്തുള്ള ളുഹ്റ് 2 റക്കായത്തല്ല ജുമ നിസ്കരിക്കുന്നത്. അപ്പോൾ 2 റക്കായത്ത് നിസ്കരിക്കുമ്പോൾ 2 റക്കായത്ത് മലയാളത്തിലും 2 റക്കായത്ത് അറബിയിലും നിസ്കരിച്ച പോലെ ആവില്ലേ? അല്ലെങ്കിൽ നബിയോ സഹാബത്തോ മലയാളത്തിൽ ഹുത്തുബ ഓതിയിട്ടില്ല, അല്ല അങ്ങനെ ഓതാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ അറിയുന്ന ഭാഷയിൽ, മറ്റുള്ളവർക്ക് അറിയുന്ന ഭാഷയിൽ ഓതാൻ പറഞ്ഞതായിട്ടുള്ള ഹദീസ് ഇല്ല എന്നാണ് എനിക്കറിയാം. ഞാൻ സാധാരണക്കാരനാണ് കേട്ടോ, നിങ്ങൾ പണ്ഡിതന്മാരാണ്. അപ്പോൾ ഞാൻ കേട്ടത് അങ്ങനെയാണ്, മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ അത് അനിസ്ലാമികമാവില്ലേ? ഈ വെള്ളിയാഴ്ച ഹുതുബ മലയാളത്തിൽ ഓതുന്നത് നബിയും സഹാബത്തും ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് അനിസ്ലാമികമാവില്ലേ, ബിദഅത്താവില്ലേ? ശരി, അൽഹംദുലില്ലാഹ്. നല്ല ചോദ്യം. അടക്കം നമുക്കൊന്ന് നല്ലതാണ്. വെറും ചിഹ്നം ചെയ്താനാവുമ്പോഴേ കുറച്ച് ഇൻസൾട്ടുമാണുള്ളത്. അതിൽ ഒന്ന് സഹോദരൻ മനസ്സിലാക്കേണ്ടത്, അത് ഖുതുബത്ത് തഖൂമു മഖാമ റക്അത്തൈൻ മിനൽ ഫർളി എന്നത് ഇല്ല, അത് ശരിയല്ല. ഖുതുബ 2 റക്അത്തിന് പകരമല്ല. അങ്ങനെയാണെങ്കിൽ 2 റക്അത്ത് പറഞ്ഞാട്ട് കഴിഞ്ഞിട്ട് 2 റക്അത്ത് കൈക്കോട്ട് എന്ന് പറയേണ്ടി വരും. ഖതീബ് അങ്ങനെയാണല്ലോ, ഖതീബ് ഇമ്പമാക്കിയിട്ട് കൈക്കോട്ടാക്കുന്നത്. അപ്പൊ 2 റക്അത്ത് പറഞ്ഞാട്ട് കഴിക്കുക, ബാക്കി 2 റക്അത്ത് കൈക്കോട്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതേപോലെ ഖുതുബ കേൾക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒതു നിർബന്ധമില്ല, നിസ്കരിക്കുമ്പോൾ ഒതു നിർബന്ധമുണ്ട്. പിന്നെ നിസ്കാരം റബ്ബിനോടുള്ള സംഭാഷണമാണ്. ഖുതുബ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്, അടിമയോടുള്ള സംസാരമാണ്. അപ്പോൾ ഒരിക്കലും ഖുതുബ 2 റക്അത്തിന് പകരമല്ല. 4 റക്അത്തുള്ള ളുഹ്റ് 2 ആക്കി മാറ്റി ബാക്കി 2 ഖുതുബ ആക്കിയതുമല്ല. ഇനി 4ാമത് അങ്ങനെയാണെങ്കിൽ ആ ഖുതുബ കിട്ടാത്തൊരാൾക്ക് ജുമാ ശരിയാവോ? വളരെ ഇഖാമത്ത് കൊടുക്കാൻ നേരത്തെ വന്നത്, 2ാമത്തെ ഖുതുബ എടുക്കുമ്പോഴേ വന്നത്, അവന് ജുമാ ശരിയാകുമോ? 2 റക്അത്ത് പോയില്ലേ, ബാക്കി 2 മാത്രം കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ജുമുഅ എന്നത് സ്വതന്ത്രമായ നിസ്കാരമാണ്, അത് 2 റക്അത്താണ്. അത് 4 ചുരുക്കി 2 ആക്കിയതല്ല. സ്വതന്ത്രമായി വെള്ളിയാഴ്ച ളുഹ്റ് ഇല്ല, വെള്ളിയാഴ്ച ജുമുഅ എന്നുള്ളത്. അവിടെ അത് സ്വതന്ത്രമായ നിസ്കാരമാണ്, അത് ഖുതുബക്ക് പകരമല്ല. ഇനി അല്ലാഹുവിന്റെ റസൂൽ മലയാളത്തിൽ ഖുതുബ നടത്തിയിട്ടുണ്ടോ? ഇല്ല. നബി മലയാളത്തിൽ വഅദും പറഞ്ഞിട്ടില്ല, നബി മലയാളത്തിൽ കച്ചവടം ചെയ്തിട്ടില്ല, നബി മലയാളത്തിൽ ഭാര്യമാരുടെ വർത്തമാനം പറഞ്ഞിട്ടില്ല. നബി അതെല്ലാം ചെയ്തത് അറബിയിലാണ്. ഇതെല്ലാം അറബിയിൽ ചെയ്യുകയും മിമ്പർമക്കേറി മലയാളം പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇതെല്ലാം മലയാളത്തിൽ ചെയ്യുകയും മിമ്പർമക്കേറി അറബി പറയുകയും ചെയ്യാമായിരുന്നു. നബിന്റെ എല്ലാ വർത്താനവും അറബിയിൽ, എല്ലാ സംസാരവും അറബിയിൽ, കച്ചവടം ഏർപ്പാടൊക്കെ അറബിയിൽ, മിമ്പർമക്കേറി നബി ആർക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് കച്ചവടം ഇടപാടും ബിസിനസ്സും അതേപോലെ വയലും പ്രസംഗം മറുപടിയൊക്കെ അറബി മലയാളത്തിൽ പറയുകയും മിമ്പർമക്കേറി ആർക്ക് മനസ്സിലാവാത്ത അറബി പറയുകയും ചെയ്യാമായിരുന്നു. അതുണ്ടായിട്ടില്ല. അവിടെ ഭാഷയല്ല പ്രധാനമായി പഠിപ്പിച്ചത്. നബി തങ്ങളുടെ ഖുതുബയെ പറ്റി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാനലിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അല്ലാഹുവിന്റെ റസൂലിന് 2 ഖുതുബയാണ് ഉണ്ടായിരുന്നത്. യജ്ലിസു ബൈനഹുമാ, ആ 2 ഖുതുബക്കിടയിൽ നബി ഇരിക്കും. യഖറഉൽ ഖുർആന, നബി ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അതാണ് നബിയുടെ ഖുതുബ. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അപ്പൊ അതാണ് ഖുതുബയിൽ നടക്കേണ്ടത്. ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കൽ, ഭാഷയല്ല പ്രധാനം. ഖുർആൻ ഓതി ഉത്ബോധിപ്പിക്കൽ ഏത് ഭാഷ നടക്കോ ആ ഭാഷയിലൊക്കെ പറ്റും. ഇവിടെ നാട്ടിൽ എല്ലാവർക്കും അറബി അറിയാം, ഒരു അറബി നടത്തിക്കോട്ടെ. എല്ലാവരും ഉറുദു അറിയാം, ഉറുദു ആയിക്കോട്ടെ. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് ആയിക്കോട്ടെ. ഭാഷ എന്നതിനപ്പുറത്ത് നബിയുടെ ഖുതുബയിലാണ് യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബി ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. മലയാള ഖുതുബ നടക്കുന്ന പള്ളിയിൽ ഒറ്റ വെള്ളിയാഴ്ച പോയാൽ ജീവിതത്തിൽ ഒരു ഉത്ബോധനം കിട്ടും. അറബിയുള്ള ജുമായിൽ 50 കൊല്ലം പങ്കെടുത്താലും ഖതീബിന് പോലും പ്രത്യേകിച്ച് ഉത്ബോധനം എന്ന് സ്വയം സിദ്ധിക്കുന്നില്ല. എന്തായി പറഞ്ഞതെന്ന് ഖതീബിനും അറിയില്ല, കേട്ടവർക്കും അറിയില്ല. അപ്പൊ അവിടെ ആ ഖുതുബ നടക്കുന്നില്ല. ഈ നമ്മുടെ നാട്ടിൽ ഭാഷയുടെ മഹത്വം എല്ലാവരും പറയും. അങ്ങനെയാണെങ്കിൽ നബിതങ്ങൾ നടത്തിയ ഖുതുബ അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് ഓതുകയാണ് വേണ്ടത്. അതിന് പകരം 100-300 കൊല്ലം കഴിഞ്ഞ് ഈജിപ്തിൽ ജീവിച്ച ഇബ്നു നുബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ 1 കൊല്ലം നടത്തിയ ഖുതുബകൾ അത് ക്രോഡീകരിച്ച് പുസ്തകമാക്കി. ആ പുസ്തകമാണ് EK സുന്നി പള്ളികളിലൊക്കെ വായിക്കുന്നത്. AP സുന്നി പള്ളിയാണെങ്കിൽ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ അത് കൈവച്ച് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഖുതുബത്തുൻ നെല്ലിക്കുത്തിയ എന്ന് പറയുന്ന ഖുതുബയാണ് AP സുന്നി പള്ളിയിൽ വായിക്കുന്നത്.
ആ ഭാഷ മാത്രം റസൂലുള്ളാഹിന്റെ ഖുതുബ നെല്ലിക്കുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പൊ അവിടെ ഭാഷ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുതുബയിൽ ഉള്ളത് യഖ്റഉൽ ഖുർആന വയദക്കുറുൻ നാസ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അതാണ് ഖുതുബയിൽ നടക്കേണ്ടത്. അതുകൊണ്ട് അത് മുജാഹിദ് പള്ളികളിൽ നടക്കുന്നു. എന്നാൽ നബിദിനാഘോഷം അങ്ങനെയാണോ? അല്ല. നബിദിനാഘോഷം എന്തുകൊണ്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞു? നബിദിനാഘോഷം സുന്നത്താണ് എന്നാണ് സമസ്തക്കാർ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്. 2 പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷമാണ് ഈദ് മീലാദ് റസൂലില്ല എന്നാണ് അവർ എഴുതി വിട്ടത്. മുസ്ലിങ്ങൾക്ക് 3 ആഘോഷമുണ്ട്. 1 ചെറിയ പെരുന്നാൾ, 2 ബലി പെരുന്നാൾ, 3 ഈദ് മീലാദ് റസൂലില്ല, മീലാദ് ആഘോഷം എന്നവർ എഴുതുന്നു. പരമ്പരയായി തുടർന്ന് വന്ന സുന്നത്താകുന്നു ഇത് എന്ന് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പോലും എഴുതിയിരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിക കാര്യം സുന്നത്തായി കൊണ്ടുവരുമ്പോൾ അതിന് പ്രമാണം വേണം. അതല്ല റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു, ആർക്കും പ്രശ്നമില്ല. ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, അത് ബിദ്അത്തല്ല. എന്നാൽ റബീഉൽ 12 ആഘോഷിക്കൽ ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്ന് പറയുമ്പോൾ ബലിപെരുന്നാളും ചെറിയ പെരുന്നാളിനും തെളിവുള്ളതുപോലെ ഇതിനും തെളിവുണ്ടാകണം. അതില്ലാതാകുമ്പോൾ മതത്തിലേക്ക് പുതിയതായി കടത്തിക്കൂട്ടലായി മാറി അത് ബിദ്അത്താണ് എന്നാണ് പഠിപ്പിച്ചത്. എന്നാൽ ഖുതുബയിൽ നബിയുടെ ഖുതുബ ഇതാണ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അതാണ് ഖുതുബയിൽ നടക്കേണ്ടത്. ആ ഹദീസിൽ നിന്നാണ് ഷാഫി മദ്ഹബിൽ പോലും ഖുതുബയിൽ വഅദ് ഷർത്താണ് എന്ന് പഠിപ്പിച്ചത്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ, ഉപദേശം നൽകൽ, അത് ഷർത്താകുന്നു. ഖുതുബക്ക് 5 ഷർത്താണ് ഷാഫി മദ്ഹബിൽ: ഹംദ്, സ്വലാത്ത്, അതേപോലെ തഖ്വ കൊണ്ട് വസിയത്ത്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, 5 ആയത്ത് ഓതൽ. ഈ 5 നിബന്ധന ഉണ്ടെങ്കിലേ ഖുതുബ ശരിയാകുന്ന. അപ്പൊ അതിൽപ്പെട്ട നിബന്ധനയാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ, ഒരു ഉപദേശം നൽകൽ. അതാണ് ഖുതുബയുടെ മർമ്മം. അത് അറബി പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമെങ്കിൽ അറബി പറഞ്ഞാൽ മതി. അതല്ല, അധികമാക്കുമ്പോൾ അറബി അറിയില്ല എങ്കിൽ ഏതാണോ അവിടെ കൂടുതൽ അഭികാമ്യമായ ഭാഷ, ആ ഭാഷ അവിടെ ഉപയോഗിക്കാം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.